ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേരള ചരിത്രത്തിലെ PYQ സീരീസിൻ്റെ പാർട്ട് 2 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? രണ്ടാം ബർദോളി. ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി പയ്യന്നൂർ, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി പൊന്നാനി. ഉത്തരം ഓപ്ഷൻ ബി പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് പയ്യന്നൂർ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി തിരുവിതാംകൂർ, ഓപ്ഷൻ സി മലബാർ, ഓപ്ഷൻ ഡി കൊല്ലം. പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലമാണ് ഓപ്ഷൻ സി മലബാർ. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സാധുജന പരിപാലന യോഗം, ഓപ്ഷൻ ബി അരയ സമാജം, ഓപ്ഷൻ സി സഹോദര പ്രസ്ഥാനം, ഓപ്ഷൻ ഡി സമത്വ സമാജം. ഉത്തരം ഓപ്ഷൻ ഡി സമത്വ സമാജം. വൈകുണ്ഠസ്വാമികളുടെ പ്രസ്ഥാനമാണ് സമത്വ സമാജം. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആര്? ഓപ്ഷൻ എ TK മാധവൻ, ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ സി K കേളപ്പൻ, ഓപ്ഷൻ ഡി AK ഗോപാലൻ. ഉത്തരം മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ ബി ആണ് മന്നത്ത് പത്മനാഭൻ. നമ്മൾ PYQ സീരീസ് പാർട്ട് 1 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ആ ഒരു ക്വസ്റ്റ്യൻ അതാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഒരു സത്യാഗ്രഹം ഏതാണെന്നാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് സന്ധിപ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഏത് സന്ധിപ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഓപ്ഷൻ എ ശ്രീരംഗപട്ടണം സന്ധി, ഓപ്ഷൻ ബി മലബാർ സന്ധി, ഓപ്ഷൻ സി പണ്ടാരപ്പാട്ട വിളംബരം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ശ്രീരംഗപട്ടണം സന്ധി. അടുത്ത ചോദ്യം, വേദാധികാര നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി ചട്ടമ്പിസ്വാമികൾ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി ആനന്ദ തീർത്ഥൻ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി ചട്ടമ്പിസ്വാമികൾ. ഏത് പ്രക്ഷോഭത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ബി വ്യക്തി സത്യാഗ്രഹം, ഓപ്ഷൻ സി നിസ്സഹകരണ സമരം, ഓപ്ഷൻ ഡി ഖിലാഫത്ത് പ്രസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി ഖിലാഫത്ത് പ്രസ്ഥാനം. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യ സമരം ഏത്? ഓപ്ഷൻ എ ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ബി ഖേദ കർഷക സമരം, ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ ഡി അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തിയ സമരം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി രാജാറാം മോഹൻ റായ്, ഓപ്ഷൻ സി ജ്യോതിറാവു ഫുലെ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ആത്മവിദ്യാസംഘം ആരുടേതാണ്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ. സ്ത്രീകൾ നേരിട്ട ചൂഷണങ്ങൾക്കും വിവേചനത്തിനും എതിരെ കേരളത്തിൽ നടന്ന ആദ്യകാല സമരങ്ങളിൽ ഉൾപ്പെട്ടത് ഏതാണ്? സ്ത്രീകൾ നേരിട്ട ചൂഷണങ്ങൾക്കും വിവേചനത്തിനുമെതിരെ കേരളത്തിൽ നടന്ന ആദ്യകാല സമരത്തിൽ ഉൾപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ എ മലബാർ കലാപം, ഓപ്ഷൻ ബി വില്ലുവണ്ടി സമരം, ഓപ്ഷൻ സി കല്ലുമാല സമരം, ഓപ്ഷൻ ഡി സവർണ ജാഥ. ഉത്തരം ഓപ്ഷൻ സി കല്ലുമാല സമരം. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? ഓപ്ഷൻ എ 1809 ജാനുവരി 11,
ഓപ്ഷൻ ബി 1812 ഡിസംബർ 3. ഓപ്ഷൻ സി 1911 ഒക്ടോബർ 7. ഓപ്ഷൻ ഡി 1899 മെയ് 4. ഉത്തരം 1809 ജാനുവരി 11. ഓപ്ഷൻ എ ആണ് ഉത്തരം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപം നടന്നത് 1921 ഓപ്ഷൻ ബി. മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഈ 3 പ്രസ്താവനകളിലും ഏതാണ് ശരിയായിട്ടുള്ളവയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. മലബാർ കലാപം നടന്നത് 1921 മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗൗരി ലക്ഷ്മിബായി. ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. ഓപ്ഷൻ സി ഗൗരി പാർവതിബായി. ഓപ്ഷൻ ഡി ഉത്രം തിരുനാൾ. ഉത്തരം ഓപ്ഷൻ സി ഗൗരി പാർവതിബായി. പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു പായും പാർവതിബായിൻ്റെ പായും തമ്മിലൊന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം. ഓപ്ഷൻ ബി മലബാർ കലാപം. ഓപ്ഷൻ സി കുറിച്യ കലാപം. ഓപ്ഷൻ ഡി കൊളത്തൂർ കലാപം. ഉത്തരം സംഘടിത കലാപമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം. ചോദ്യം, പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന്? ഓപ്ഷൻ എ 1803 നവംബർ 30. ഓപ്ഷൻ ബി 1805 നവംബർ 30. ഓപ്ഷൻ സി 1802 നവംബർ 26. ഓപ്ഷൻ ഡി 1804 നവംബർ 7. ഉത്തരം ഓപ്ഷൻ ബി 1805 നവംബർ 30. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ കെ കേളപ്പൻ. ഓപ്ഷൻ ബി ടി കെ മാധവൻ. ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ ഡി എ കെ ഗോപാലൻ. നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനും നമ്മുടെ ഫസ്റ്റത്തെ സീരീസിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹം എപ്പോഴാണ് നടന്നതെന്നുള്ളത് 1931. അതുപോലെ തന്നെ 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. അന്നേരം അവിടെ ഒരു സത്യാഗ്രഹം നടന്നു. അതാരാണ്? കെ കേളപ്പൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ കെ കേളപ്പനാണ് നേതൃത്വം നൽകിയത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്. ഓപ്ഷൻ എ. ശരിയായത് തിരഞ്ഞെടുക്കുക. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 ഈ ഒരു ലഹള നടന്നത്. മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? ഉത്രം തിരുനാൾ മഹാരാജാവ്. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ആരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദനാണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഓപ്ഷൻ എ ഗൗരി ലക്ഷ്മിബായി. ഓപ്ഷൻ ബി ഗൗരി പാർവതിബായി. ഓപ്ഷൻ സി സ്വാതി തിരുനാൾ. ഓപ്ഷൻ ഡി സേതുലക്ഷ്മിബായി. നമ്മൾ ഈ ഒരു സീരീസിൽ തന്നെ നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്. പ്രൈമറി വിദ്യാഭ്യാസം. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈമറി വിദ്യാഭ്യാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ വെച്ച് കണക്ട് ചെയ്യുക. പാർവതിബായി. അതായത് ഉത്തരം ഓപ്ഷൻ ഡി ഗൗരി പാർവതിബായി ആണ്. പ്രൈമറി വിദ്യാഭ്യാസം 1817 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ,
മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ APJ അബ്ദുൽ കലാം, ഓപ്ഷൻ ബി വിക്രം സാരാഭായ്, ഓപ്ഷൻ സി ഡോക്ടർ രാജാരാമണ്ണ, ഓപ്ഷൻ ഡി ഹോമി ജഹാംഗീർ ബാബ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ്? ഓപ്ഷൻ എ ജയ്പൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോടിനാണ്. താഴെ തന്നിരിക്കുന്ന കേരളത്തിലൊരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്, ആരാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഓപ്ഷൻ എ ചട്ടമ്പിസ്വാമി, ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ആരായിരിക്കും? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവും. ഈ ഒറ്റൊരു വാക്യത്തിൽ നിന്ന് തന്നെ ആളെ കിട്ടും നമുക്ക്. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ബി NV കൃഷ്ണവാര്യർ, ഓപ്ഷൻ സി കുട്ടിമാളു അമ്മ, ഓപ്ഷൻ ഡി അക്കാമച്ചെറിയാൻ. ഉത്തരം ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് 2 സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ നിങ്ങളത് കാണുക. പാർട്ട് 2 ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നുള്ള വീഡിയോസുകളിൽ പാർട്ട് 3, പാർട്ട് 4 PYQs എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ. എനിവേ, താങ്ക് യു.